Good evening, friends. Welcome to the PANSIGHT webinar. Without wasting even a single second, let me start showing the slides. Today's topic is part 2 session of how to kill the ego. Part 1 YouTube will upload it. When you get free time, please watch it. As usual, I usually display the titles of few books. Ego is the enemy, detox your ego. Ego ഒരു toxic ആണെന്നുള്ളതുകൊണ്ടാണ് ആ detox your ego എന്ന് പറയുന്നത്. Then overcoming ego, connecting to your true self. ഇവിടെ അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു മെയിൻ അഡ്വാൻറ്റേജ്, ഏത് ബുക്ക് വേണമെങ്കിലും കിട്ടും, വാങ്ങിക്കണ്ട. ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ, മെമ്പർഷിപ്പ് ഇസ് ഓൾസോ ഫ്രീ. അവിടെ ചെല്ലുമ്പോൾ ആ കോപ്പി അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു റിക്വസ്റ്റ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ they will get it within 7 to 10 days from anywhere in the USA. എവിടെയെങ്കിലും, വാഷിംഗ്ടൺ, ന്യൂയോർക്ക്, എവിടെ ലൈബ്രറി ഉണ്ടെങ്കിലും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പൊ എനിക്ക് ദി ബുക്സ് വിച്ച് ഐ വുഡ് ലൈക്ക് ടു റീഡ് അതുവഴി വാങ്ങിച്ചിട്ട് എല്ലാ പേജും വായിക്കത്തില്ല, ആവശ്യമില്ല. വിച്ച് ഐ ഫൈൻഡ് ദാറ്റ് ഇൻട്രസ്റ്റിംഗ്, ചില ചാപ്റ്റേഴ്സ് വായിക്കും. That's what I thought of sharing with you. Purpose of this PANSIGHT webinar. ഏതൊരു വെബിനാറിനും ഒരു പർപ്പസ് വേണം. ആ പർപ്പസ് സ്റ്റേറ്റ്മെന്റ് ആണ്. This is my purpose statement. Know what is healthy ego. ഞാൻ ഈ ഹെൽത്തി ഈഗോ എന്നുള്ളത് കഴിഞ്ഞ തവണ ഞാൻ ഗുഡ് ഈഗോ, ബാഡ് ഈഗോ, ഹെൽത്തി എന്നുള്ളത് ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ആന്റണി പുത്തൻപുരയ്ക്കൽ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്തു, അത് ഹെൽത്തി ഈഗോ എന്ന് പറയുന്നതല്ലേ ബെറ്റർ. ഓക്കെ ഫൈൻ, അങ്ങനെയാണ്. നോ വാട്ട് ഈസ് ഹെൽത്തി ഈഗോ, നോ വാട്ട് ഈസ് unhealthy ego, know how to kill unhealthy ego, know how to nurture healthy ego. അപ്പൊ ആദ്യം എന്താണ് ഹെൽത്തി ഈഗോ അതറിയണം. Then what is unhealthy ego, then how to kill, then how to nurture. അതല്ലാതെ ബേസിക്സ് അറിയാതെ ചിലർ ടോക്കർ ഈഗോ പാടില്ല, ഈഗോ ആണ്. വാട്ട് എക്സാക്ട്ലി ആർ യു ടോക്കിംഗ് അബൌട്ട്? Okay, I just wanted to say something to my son, so I muted. Yeah. Mute ചെയ്യണം. Somebody else's microphone is unmuted. Jawaharlal Nehru's words, facts are facts and will not disappear on account of your likes. ഞാൻ പറയാൻ കാരണം, before giving a talk, I usually spend 30 to 50 hours doing the reading and research, because I want to make sure whatever I share, whatever comments I make, they are factual, they are authentic, they are relevant. Obviously, some people may not like the truth. സത്യം പറഞ്ഞാൽ മിക്കവർക്കും ഇഷ്ടമല്ല, ഫാക്ട്സും ചിലർക്ക് ഇഷ്ടമല്ല. അവരുടേതായിട്ടുള്ള ചില വിശ്വാസങ്ങളുണ്ടല്ലോ, ദാറ്റ് ഈസ് ബയസ്. അത് ഇത് വരുമ്പോൾ തവിടുപൊടിയാവും. So obviously they will get upset, they will get mad. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ മുൻകൂറായിട്ട് പറയുന്നത്, during the discussion you can ask questions and you can share your thoughts,
You have the full freedom to disagree with my statements, but a very condition. If you disagree, you must provide the counter facts and evidence that would support your point of view. അതല്ലാതെ അത് ശരിയല്ല, ഇത് ശരിയല്ല പറയരുത്. അത് വെറുതെ ആ കൂടെയുള്ള നമ്മുടെ രാഷ്ട്രീയക്കാര് ഈ ചാനൽ ചർച്ചയിൽ വന്ന് നടത്തുന്ന വാദപ്രതിവാദങ്ങൾ. നോ, it is meaningless and useless. So, if you want to disagree, give me facts, give me evidence. Definition of ego: a person's sense of self-esteem or self-importance. മിക്കവർക്കും അറിയാമെന്നുണ്ടെങ്കിലും ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. സെൽഫ് എസ്റ്റീം നമ്മളെ കുറിച്ച് തന്നെയുള്ള ഒരു അസസ്മെന്റ്, ഒരു എവാലുവേഷൻ, ഒരു വാല്യൂ. ഫോർ എക്സാമ്പിൾ, ലോങ് ടൈം ബാക്ക് ഇൻ ദി 1980s, 40 കൊല്ലത്തിന് മുമ്പ്, എന്റെ സെൽഫ് എസ്റ്റീം, ആസ് ഐ എം എ മെഡിക്കൽ ഡോക്ടർ, ഓക്കെ കൊള്ളാം, ഡോക്ടറാണ്. MBBS and MD post qualification ഉണ്ട്. Yes, that boosts my self-esteem. Then PSC tutor post rank list was number 1. Okay, in the self-esteem kudi. And I started working as a faculty. Then what? I learned all the tactics about teaching by reading books on pedagogy. മെഡിക്കൽ കോളേജിലെ ടീച്ചേഴ്സിനൊന്നും ഒരു ട്രെയിനിങ് കിട്ടാറില്ല. സ്കൂൾ ടീച്ചേഴ്സിന് BEd ഒക്കെ കോഴ്സ് പോകും, ഇവിടെ ഒന്നുമില്ല. സോ ഐ റെഡ് മെനി ബുക്സ് and I started applying all those methods. Soon I became a very popular teacher. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? പിന്നെ എന്റെ ക്ലാസ്സിൽ ഞാൻ അറ്റൻഡൻസ് എടുക്കുന്നത് നിർത്തി. Because I wanted to know how many people are really interested in listening to my class. So ഞാൻ സ്റ്റുഡൻസ് പറഞ്ഞു, you don't have to worry about getting attendance. If you find my class useful and interesting, come to my class. Otherwise, don't come. I don't want you to waste your time. Almost all students used to come when attendance എടുക്കുന്നില്ല. That is the proof. അപ്പൊ അതും കൂടെ വന്നപ്പോഴാണ് എന്റെ സെൽഫ് എസ്റ്റീം വളരെ കൂടി. ഇതാണ് ഒരാളുടെ സെൽഫ് എസ്റ്റീം, നോട്ട് മിയർ ബാങ്ക് ബാലൻസ് അല്ല. വേറെ കുറെ പേർക്ക് എന്റെ 50 കോടി അസറ്റ് ഉണ്ട്. That is their self-esteem, a tangible asset. That's nothing wrong with that one. Self-esteem എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് I wanted to make it clear. Or self-importance. 5 ego-related personalities. ഇത് പറയാൻ കാരണം last week during the discussion which lasted for after the presentation ഒരു 30 to 45 minutes, കുറെ പേര് അവർ പറഞ്ഞു ഈഗോ റിലേറ്റഡ് ആ പേഴ്സണാലിറ്റീസിനെ ഒന്ന് കൂടുതലായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ കൊള്ളാം വിത്ത് ഗുഡ് എക്സാമ്പിൾസ്. അത് ഒന്ന് പിടികിട്ടിയില്ല എന്ന് പറഞ്ഞു. സോ ദാറ്റ്സ് വൈ ഐ തോട്ട് ഓക്കെ, ഐ വിൽ എലാബറേറ്റ് ഓൺ ദോസ്. ഈഗോ സെൻട്രിക് ഓരോന്നിനെ കുറിച്ച് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓപ്പൺ ഇറ്റ്. ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരു ഇവിടെ ആനുവലി പെസ്റ്റ് കൺട്രോളിന് ആൾക്കാർ വരും. അപ്പൊ അതിന് പെസ്റ്റിസൈഡ് അപ്പാർട്ട്മെന്റിൽ സ്പ്രേ ചെയ്യാൻ വന്നിരിക്കുകയാണ്. അവരാണ് ഡോർ നോക്ക് ചെയ്തത്. സോ 5 ഈഗോ റിലേറ്റഡ് പേഴ്സണാലിറ്റീസ്. 1 ഈഗോസെൻട്രിക്, 2 ഈഗോമാനിയാക്, 3 ഈഗോയിസ്റ്റിക്, 4 egoistic and egotistic, 5 egoless. I am going to explain each one with examples. Egocentric personality, having little or no regard for interests, beliefs or attitudes other than one's own. അതായത് they mind their own business. അവർ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ തലയൊന്നും ഇടാറില്ല. And they don't want somebody else to interfere with their business. ഞാൻ എന്റെ കാര്യം നോക്കി ഞാൻ എന്റെ കഴിഞ്ഞു കൊള്ളുന്നു.
ഞാൻ ഈശ്വര വിശ്വാസിയല്ല. നിങ്ങൾ ഈശ്വര വിശ്വാസി അമ്പലത്തിൽ പോണോ പള്ളിയിൽ പോണോ പൊയ്ക്കോളൂ, എനിക്കൊരു പ്രശ്നമില്ല. എന്റെ അടുത്ത് കയറി ഒന്ന് പറയരുത് ആ ഈശ്വര വിശ്വാസം വേണം എന്നതാക്കിയിട്ട്. ഡോണ്ട് ട്രൈ ദാറ്റ് വൺ. സോ ദാറ്റ് ഈസ് ഈഗോസെൻട്രിക്. ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ ഒന്ന് വയ്യട്ടെ. because I want to make sure whether you have understood this term. Clear ആണെങ്കിൽ please put why. Okay, Ismail Paleri. Yes, good. അതാണ് ഈഗോസെൻട്രിക്. അതിലൊരു കുഴപ്പമില്ല. ഒരാൾ ഈഗോസെൻട്രിക് ആണെങ്കിൽ അയാൾ വേറെ ആരെയും ഒന്നും ഉദ്ധരിക്കുന്നില്ലല്ലോ. He is minding his own business. Let him do that one. The next one, egomaniac. സൂക്ഷിക്കണം. Excessive vanity, pride or arrogance, self importance. അമിതമായിട്ടുള്ള ഒരു സെൽഫിനെ കുറിച്ചുള്ള ഒരു ഇൻഫ്ലേറ്റഡ് ഡിസ്റ്റോർട്ടഡ്. Egomaniac has delusion of grandeur. ഗ്രാൻഡ് ആണ്, അതായത് false belief in one's own superiority, greatness or intelligence and ability to do anything that they want. Egomaniacs are fascist. ഒരു ഫാസിസ്റ്റിന്റെ പേര് പറയാമോ? ഒരു എക്സാമ്പിൾ പറയാമോ? ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഫാസിസ്റ്റ്. നമ്മുടെ അവിടെ എപ്പോഴും ഫാസിസം ഫാസിസം ഫാസിസ്റ്റ് എന്ന് പറയുന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞേ, വിച്ച് എവരിബഡി വിൽ എഗ്രി. എല്ലാവരും എഗ്രി ചെയ്യുന്ന ഒരു ഫാസിസ്റ്റിന്റെ ഒരു പേര് പറയാമോ? ഹിറ്റ്ലർ. യെസ്, ഗുഡ്. അത് ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. നിങ്ങൾ ചാറ്റ് ബോക്സിൽ കഴിഞ്ഞാൽ ഹിറ്റ്ലർ, മുസോളിനി ആൻഡ് ഞാൻ റിയൽ ലൈഫ് എക്സാമ്പിൾ പറയാം. നമ്മുടെ ജയലളിതയ്ക്ക് സെൽഫ് ഇമ്പോർട്ടൻസ്. അത് കാരണം അവർ ചീഫ് മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ 2 മണിക്കൂറൊക്കെയാണ് ട്രാഫിക്കിനെ ബ്ലോക്ക് ചെയ്യുന്നത്. ഇപ്പോൾ വേറെ കുറെ പേര് അത് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നു. ട്രാഫിക് എല്ലാം ബ്ലോക്ക് ചെയ്യും. പൊതുജനത്തിന് എല്ലാ വിധത്തിലുള്ള ഇൻകൺവീനിയൻസും ഇതാണ്. എവറി ഡേ 2 മണിക്കൂർ. അതാണ് ആ ഫാസിസത്തിന്റെ വേറൊരു എക്സാമ്പിൾ. ഇതേപോലെ ഒരുപാട് പേരുണ്ട്. എല്ലാവരും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ തന്നെ ആലോചിച്ച പിടികിട്ടും. ദാറ്റ് ഈസ് ഈഗോമാനിയാക്. ഇങ്ങനെ കുറച്ചു പേരുണ്ട്. ഇത് കൂടുതൽ നമ്മൾ കാണുന്നത് രാഷ്ട്രീയക്കാരുടെ ഇടയിലാണ് ഈഗോമാനിയ. Egoistic personality. Words and deeds are motivated by one's own desires, needs and wants. Self-interest is what matters always. ഇവരാണ് സെൽഫിഷ് പീപ്പിൾ. ഇവർ എന്ത് ചെയ്താല് അവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാനായിട്ട് നീഡ്സ് വെച്ചാലൊക്കെ എല്ലാ വിധത്തിലുള്ള തരിക്കെട്ട തറവേലകൾ ചെയ്യും. എന്റെ ഫ്രണ്ട് ഡോക്ടർ മാധവൻ പിള്ള ഈ തറവേലയ്ക്ക് പുള്ളിക്കാരൻ ഇംഗ്ലീഷ് അത് പറയും, ഗ്രൗണ്ട് വർക്ക് എന്ന് പറയും. എല്ലാ വിധത്തിലുള്ള തറവേലയും കാണിക്കുന്നവരാണ് ഈ ഈഗോയിസ്റ്റിക് ആ സെൽഫിഷ്. എങ്ങനെയെങ്കിലും കാര്യം സാധിച്ചെടുക്കണം, ഏത് വിധത്തിലായാലും. സോപ്പിടാച്ചാൽ സോപ്പിടും, എങ്ങനെ വേണമെച്ചാലും ചെയ്യും. they are very intolerant to criticism also. Egotistic personality, നാലാമത്തെ പേഴ്സണാലിറ്റി ടൈപ്പ് ആണ്. The feeling or belief that you are better, more important, more talented, etc. than other people. VIP syndrome. They think and talk about themselves more because of an inflated sense of self-importance. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ ഒരു മുൻ ചീഫ് സെക്രട്ടറി, അവിടെ തിരുവനന്തപുരത്ത് സൂര്യ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട്. അവരുടെ ഇപ്പോഴത്തെ കല പരിപാടിയുണ്ട്. സൂര്യ കൃഷ്ണമൂർത്തി കേട്ട് കാണും. പുള്ളിക്കാരനാണെച്ചാൽ ആർക്കും വേണ്ടി അവിടെ ഫ്രണ്ടിൽ സീറ്റ് ഒന്നും റിസർവ് ചെയ്യത്തില്ല. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. നിങ്ങൾ വന്നാലിരിക്കും. ഇദ്ദേഹം വന്നപ്പോൾ ഫ്രണ്ടിൽ സീറ്റൊന്നും ഇല്ല. ആ ഈഗോ വരികയാണ്. ഞാൻ ആര്? ഞാൻ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്നു. അപ്പം അവിടെ പ്രത്യേകം ഒരു സീറ്റ് വേണം, വേറെ ആൾ ഒഴിപ്പിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. സൂര്യ കൃഷ്ണമൂർത്തി ഇല്ല, ഫസ്റ്റ് കം ഫസ്റ്റ്, എവിടെ ഉണ്ടോ അവിടെ സാർ ഇരിക്കണം. യെസ്, ശിവകുമാരൻ നായർ, യു ഡയഗ്നോസ്, നിങ്ങളുടെ ഡയഗ്നോസ് കറക്റ്റ് ആണ്. സോ ഹി വാസ് വെരി മച്ച് അപ്സെറ്റ്, ആംഗ്രി. അതാണ് ഞാനാണ്. ഇവർ കല്യാണത്തിനൊക്കെ വന്നു കഴിഞ്ഞാൽ അവര് VIP ആയിട്ട് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഇരുത്തണം. കൂടെ വന്ന് ഇത് കഴിക്കുന്ന സാറേ, സാറ് വേണം, അവിടെ വരണം സാറേ, എല്ലാം ചെയ്യണം.
ഈഗോട്ടിസ്റ്റിക്. ഇത് ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിലും ഒന്ന് വയ്യട്ടെ. ഞാൻ ചോദിച്ചു പോവാണ്. എന്നുവെച്ചാൽ മോഹൻലാലിന്റെ ഒരു സിനിമയിലുണ്ടല്ലോ, അയാൾ കഥ എഴുതുകയാണെന്നുള്ളതിൽ മോഹൻലാൽ പറയും ചോദിച്ചു പോവാം. ഓക്കെ, ഓക്കെ, താങ്ക് യു. മൈ ഓൺ കൊട്ടേഷൻ ആണ്. എല്ലാവരും സൂയിസൈഡ് കേട്ടാണ്. സേ നോ ടു സൂയിസൈഡ്, സേ യെസ് ടു ഈഗോസൈഡ്. ഈഗോസൈഡ് ഞാനായിട്ട് ഉണ്ടാക്കിയ വേർഡ് അല്ല, ഇറ്റ് ഈസ് ദയർ. ഗൂഗിളിൽ സെർച്ച് ചെയ്താറുണ്ട്. കിൽ യുവർ ഈഗോ. ഈഗോലെസ് പേഴ്സണാലിറ്റി, അഞ്ചാമത്തെ പേഴ്സണാലിറ്റി. അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? മോഡസ്റ്റ്, സെൽഫ് ക്രിട്ടിക്കൽ. അവർ സ്വയം അവർ ചെയ്യുന്നതിന് തന്നെ അവർ തന്നെ വിമർശിക്കും. ആത്മവിമർശനം. അൺഅസ്യൂമിങ്, ഒരു ജാടയും ഒന്നും കാണത്തില്ല. ഹംബിൾ, എംപതറ്റിക്, കൈൻഡ്, അൺഅഗ്രസീവ്. ഈ അൺഅസ്യൂമിങ്ങിൽ ഉള്ള ഒരാളുടെ പേര് പറയാമോ? ഇപ്പോഴത്തെ തിരുവനന്തപുരത്ത് ആ പേഴ്സണാലിറ്റി ഉണ്ട്. ആരാണെന്ന് പറയാമോ? ക്വയറ്റ് അൺഅസ്യൂമിങ് ആൻഡ് ഹംബിൾ ആയിട്ടുള്ള ഒരാള് ട്രിവാൻഡ്രത്ത് 10 ദിവസത്തേക്ക് ട്രിവാൻഡ്രത്തുണ്ട്. ലെറ്റ് മീ സീ വെദർ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. AK ആന്റണി. ഇപ്പോൾ AK ആന്റണി ഉണ്ട്, പക്ഷെ ഇപ്പോൾ ഉള്ള ഒരു പേഴ്സണാലിറ്റി. യെസ്, ബാലേന്ദ്രൻജി, രജനീകാന്ത്. രജനീകാന്തിനെ കുറിച്ച്, രജനീകാന്തിന്റെ കൂടെ ബസ് കണ്ടക്ടർ ആയിരുന്നപ്പോൾ വർക്ക് ചെയ്ത ബസ് ഡ്രൈവർ, പുള്ളിക്കാരൻ പറഞ്ഞ ഒന്ന് കേൾക്കണം നിങ്ങൾ. ആ ബസ് ഡ്രൈവർ ഇപ്പോഴും രജനീകാന്ത് ആ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാണ്. ആ ബസ് ഡ്രൈവറാണ് രജനീകാന്തിനെ മോട്ടിവേറ്റ് ചെയ്തത്. പുള്ളിയുടെ ടാലന്റ് കണ്ടിട്ട് വൈ ഡോണ്ട് യു ആക്ടിങ്ങിലൊക്കെ പോകാനായിട്ട്. രജനീകാന്ത് അങ്ങേരെ അവിടെ ചെന്നൈയിൽ ഒരു ചെറിയൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. പുള്ളിക്കാരൻ കാറിനെ എവിടെ ദൂരെ വന്ന് ഇട്ടിട്ട് കുറച്ച് ഡിസ്കൈസ് ചെയ്തിട്ട് നേരെ പുള്ളിയുടെ വീട്ടിൽ പോകുന്നു. എന്നിട്ട് അവിടെ ഭക്ഷണം കഴിച്ച് രാത്രി അവിടെ കട്ടിലല്ല തറയിൽ കിടന്ന് ഉറങ്ങുന്നു. ആ പഴയ ഓൾഡ് ഡേയ്സിലുള്ള അതിൻ്റെയൊക്കെ. സോ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ആ ഹംബിൾ. ഈഗോ തലയിൽ കയറിയിട്ടില്ല. ക്വയറ്റ് അൺഅസ്യൂമിങ്. APJ, യെസ് റോയ്ജി, വെരി ഈഗോലെസ്. APJ ഞാൻ കഴിഞ്ഞ ടോക്കിൽ ഞാൻ പറഞ്ഞായിരുന്നു. അദ്ദേഹത്തിന് ആക്ടർ വിവേക്, 30 വയസ്സ് ചെറുപ്പമുള്ള പുള്ളിക്കാരെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ വിവേക് പുള്ളിയെ തമിഴിൽ അയ്യാ എന്ന് പറയുന്നു. APJ അബ്ദുൽ കലാം സാർ എന്ന് വിളിക്കുന്ന ആരെ? വിവേകിനെ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അൾട്ടിമേറ്റ് ഇതാണ് ഹ്യൂമിലിറ്റിയുടെ. ആത്മജ്ഞാനം, മഹാജ്ഞാനം. സെൽഫ് നോളജ് ഇസ് ദി ഹയസ്റ്റ് നോളജ്. കുറെ പേരെങ്കിലും കേട്ട് കാണും. ഓൾഡ് ഡെൽഫൈ അവിടെ ഉള്ള എഴുതി വെച്ചിരുന്നത് നോ ദൈ സെൽഫ്. നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ. ഓമന ടീച്ചർ എഴുതുന്നു, നോട്ട് ആന്റണി. ഓക്കെ, ഡ്യൂറിംഗ് ദ ഡിസ്കഷൻ ഓമന ടീച്ചറെ നിങ്ങൾക്ക് അതിനെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് വല്ല ഫാക്ട് ഉണ്ടെങ്കിൽ പറയുക. സോ തമിഴ് സിനിമയിൽ MGRന്റെ ഒരു സിനിമയിൽ, വേട്ടക്കാരൻ സിനിമയിൽ ഒരു പാട്ടുണ്ട്. കണ്ണാസൻ എഴുതിയാണ്. ഉന്നൈ അറിந்தாൽ നീ ഉന്നൈ അറിந்தாൽ ഉലകത്തിൽ പോരാടെല്ലാം. ഉന്നൈ അറിഞ്ഞാൽ നീ നിന്നെ തന്നെ ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ. 90% ആൾക്കാർക്കും അവരെ കുറിച്ച് തന്നെ ഒന്നും അറിഞ്ഞുകൂടാ. പിന്നെ എന്താണ് യേശുക്രിസ്തു പറഞ്ഞതുപോലെയാണ്, ഇവർ ചെയ്യുന്ന എന്തെന്ന് അറിയുന്നില്ല പിതാവേ, ഇവരോട് പൊറുക്കണമേ. ഇപ്പോഴെന്താ അറിയാം, ഒരുപാട് ടീച്ചേഴ്സും ട്രെയിനേഴ്സും ഉണ്ട്. അവർ പറയുന്നത് എന്തെന്ന് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ. അപ്പൊ ഞാൻ പറയുന്നത്, ഇവർ പറയുന്നത് എന്തെന്ന് അറിയുന്നില്ല പിതാവേ, ഇവരോട് പൊറുക്കണമേ. നോ ദൈ സെൽഫ്, നോ ദൈ സ്ട്രെങ്സ്, നോ ദൈ വീക്ക്നെസ്സസ്. അതാണ് ആത്മജ്ഞാനം. മഹാജ്ഞാനം എന്ന് ഞാൻ അതിനൊന്ന് മലയാളീകരിച്ചത്. സെൽഫ് നോളജ് ഈസ് ദി beginning of self-improvement. The worst kind of arrogance is arrogance from ignorance. മാത്യു സാമുവൽ കേട്ടിട്ടുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ നോ ഇട്ടേ ഞാൻ പറയാം ചാറ്റ് ബോക്സിൽ. ഹാവ് യു ഹേർഡ് ദി നെയിം മാത്യു സാമുവൽ ആൻഡ് അബൌട്ട് ഹിസ് യൂട്യൂബ്? നോ. ഓക്കെ, ഇസ്മായിൽ ജി, ബിന്ദു, വല്ലപ്പോഴും സമയം കിട്ടുകയാണെങ്കിൽ ഈ മാത്യു സാമുവലിന്റെ ഒന്ന് കാണണം. ഇദ്ദേഹം, he must be in his late 50s or early 60s.
അദ്ദേഹം വന്നിട്ട് തെഹൽക്ക എന്ന് പറഞ്ഞൊന്ന് കേട്ടിട്ടുണ്ടോ? പണ്ടൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ഒരു ജേർണലിസ്റ്റ് ആയിട്ട് ഒരു മാഗസീനൊക്കെ. തെഹൽക്കയുടെ വൺ ഓഫ് ദി ടോപ്പ് സീനിയർ എഡിറ്റേഴ്സ് ആയിരുന്നു. ആ പുള്ളിക്കാരന്റെ ഇപ്പോഴത്തെ യൂട്യൂബിലുള്ള ചിലതൊക്കെ കാണണം. പുള്ളി പറയുന്നത് വളരെ ക്രിട്ടിക്കൽ ഫാക്ച്വൽ ആണ്. പുള്ളി ഡൽഹി ബേസ്ഡ് ആണ്. പുള്ളി പറയുന്നത് വാളയാറ് കഴിഞ്ഞ് പോകാത്ത പൊട്ടക്കിണറ്റിലെ ഒരുപാട് മലയാളികളാണ് അവിടുത്തെ ഇന്ത്യയിലെ ബാക്കി പല കാര്യത്തിനെ കുറിച്ചെല്ലാം അറിയാവുന്ന വിദഗ്ധ അഭിപ്രായം പറയുന്നത്. അറഗൻസ് ആണ്, പ്രബുദ്ധനാണ്, അറഗൻസ്. ആ മാത്യു സാമലിന്റെ ഒന്ന് കാണണം. വാളയാർ കഴിഞ്ഞ് പോകാത്തവര്, ഇന്ത്യയിലെ ബാക്കി ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഒന്നും അറിഞ്ഞുകൂടാ. എന്നിട്ട് ഇവിടുത്തെ എല്ലാത്തിനെ കുറിച്ച് പൊങ്ങച്ചം പറഞ്ഞു നടക്കുന്നു. എന്റെ ഓണിതല്ല, ഞാൻ ഫാക്ട്സും വിത്ത് എക്സാമ്പിൾസോട് കൂടിയാണ് ഞാൻ പറയുന്നത്. അതാണ് ചാനൽ ചർച്ചയിലും കാണുന്നത്. ഹൗ ഭഗവത്ഗീത ഇൻഫ്ലുവൻസ് മൈ പ്രൊഫഷണൽ ലൈഫ്. ഈ ശ്രീധരൻ, മെട്രോമാൻ ശ്രീധരൻ, ഞാൻ ഇദ്ദേഹത്തിന്റെ ഒരു ടോക്ക് ഒരു 10-11 കൊല്ലത്തിന് മുമ്പ് അദ്ദേഹം ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ അവരുടെ ഐ തിങ്ക് ദാറ്റ് ഗോൾഡൻ ജൂബിലി ഓർ പ്ലാറ്റിനം ജൂബിലി സെലിബ്രേഷൻ പുള്ളിയായിരുന്നു മെയിൻ സ്പീക്കർ. 1.5 മണിക്കൂറോളം ഉണ്ടായിരുന്നു. ഞാൻ ഓഡിയൻസിൽ ഒരാളുണ്ടായിരുന്നു. ഞാൻ ചോദ്യം ചോദിക്കുകയും ചെയ്തു. അപ്രോപ്രിയേറ്റ് റെലവന്റ് ക്വസ്റ്റ്യൻ ആൻഡ് ഈ ഗേവ് നന്നായിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തു. പുള്ളി പറഞ്ഞാൽ പുള്ളിയുടെ എല്ലാ ലൈഫിലെ പലതും കേടിയിട്ടുള്ളത് ആ ഭഗവത്ഗീത ഉള്ള ലെസൺസ് ആണ്. ഇനി ഒരു എക്സാമ്പിൾ, ബീങ് എ മെഡിക്കൽ ഡോക്ടർ ഞാൻ പറയാം. വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ ചവച്ചൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല. വെള്ളം നേരെ ഗൾപ്പ് ചെയ്താൽ മതി, കുടിക്കാം. ഇതിൽ വെള്ളത്തിനകത്ത് പ്രോട്ടീൻ ഇല്ല, കാർബോഹൈഡ്രേറ്റ് ഇല്ല, ഫാറ്റ് ഇല്ല. ഉമിനീരായിട്ട് മിക്സ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നേരെ നിങ്ങൾ പാലാണ് കുടിക്കുന്നുണ്ടെങ്കിൽ നോ, വായിക്കകത്ത് കുറച്ച് സിപ്പ് ചെയ്ത് കുടിക്കണം. ചില പാലിൽ പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ഉമിനീരിൽ സലൈവയിൽ പല എൻസൈംസ് ഉണ്ട്. ആ എൻസൈംസ് ആയിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് ഡൈജഷൻ നന്നായിട്ട് വരുന്നത്. എന്നിട്ട് ചിക്കൻ കഴിക്കുന്നു, വിഴുങ്ങരുത്. ദൈവം നമുക്ക് പല്ല് തന്നിരിക്കുന്നത് ചവച്ച് അരച്ച് ആ സലൈവയുമായിട്ടൊക്കെ മിക്സ് ചെയ്ത് എന്നിട്ട് ഒരു പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യുന്ന കണ്ടീഷനിലാക്കിയിട്ട് വേണം സ്റ്റൊമക്കിൽ എത്തിക്കാനാണ്. അതുപോലെ ഭഗവത്ഗീതയും ചുമ്മാതെ കയറി ഇങ്ങനെ വായിച്ചു പോയാൽ ഒന്നും പ്രയോജനം കിട്ടത്തില്ല. ഒരു ദിവസം കൂടിപ്പോയ ഒരു 1-2 പേജ് വായിച്ചിട്ട് ഇരുന്ന് ആ വായിച്ചതിനെ കുറിച്ച് തന്നെ ആലോചിക്കണം. റിയൽ ലൈഫിൽ അതുമായിട്ടുള്ള എക്സാമ്പിൾസ് ആയിട്ട് കണക്ട് ചെയ്യണം. ദാറ്റ് ഈസ് വാട്ട് ഈ ശ്രീധരനൊക്കെ ചെയ്തുകൊണ്ടാണ് ഇന്റഗ്രിറ്റി, ക്ലീൻ, ഒരു കറപ്ഷനായിട്ട് കറപ്ഷൻ ഒരു ഇതുമില്ല. ആ മാനവ സേവ, മാധവ സേവ എന്നൊക്കെ പറയുന്നത് അതാണ് പുള്ളിക്കാരന് 88ാമത്തെ വയസ്സിൽ പത്മവിഭൂഷണെല്ലാം കിട്ടിയതിനു ശേഷം ഇനി ഒന്നും നേടാനില്ല. അത്രയ്ക്ക് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എല്ലാം ഉണ്ട്. സ്റ്റിൽ ഹി വാണ്ടഡ് ടു സെർവ് ദി പീപ്പിൾ ഓഫ് കേരള. ആ പാലക്കാട് പുള്ളി ഇന്ന് കണ്ടസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഒരു പ്രോജക്റ്റും പ്ലാനും എല്ലാം ഉണ്ട്. ആ പാലക്കാടിന്റെ വികസനത്തിന് എന്തെല്ലാം ചെയ്യാവുന്നു. ആ മാധവ സേവ അദ്ദേഹം ഓപ്പൺ ആയിട്ട് പറഞ്ഞു, ട്രാൻസ്പെറന്റ് ആണ്, ഒന്നും മറച്ചു വയ്ക്കുന്നില്ല. പുള്ളി പറഞ്ഞു ചെറുപ്രായത്തിൽ തന്നെ പുള്ളിക്കാരൻ RSSമായിട്ട് ഇതുണ്ട്. അതുകൊണ്ട് RSSൽ ഇതായതാണ്. എന്താണ്, അങ്ങേര് മെട്രോമാൻ ആയിരുന്നപ്പോ എന്തെങ്കിലും അപാകത ഉണ്ടായിരുന്നോ? ഒന്നും ഇല്ലല്ലോ. അങ്ങേര് RSS, ബട്ട് ദാറ്റ് ഡിഡ്ന്റ് ഇൻ എനി വേ ഇന്റർഫിയർ വിത്ത് ദാറ്റ് വൺ. അതുപോലെ ഇതിന് വരുന്നു, എന്നാ പിടിച്ചോ സംഘി. ഞാനിപ്പോ ഇലക്ഷൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ നാട്ടിൽ വന്നിട്ട് ഞാൻ ഇൻഡിപെൻഡന്റ് നിന്ന് എനിക്ക് ജയിക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് ചെന്ന് പോസ്റ്റ് ഒട്ടിച്ചുകൊണ്ടിരിക്കാൻ പറ്റും ഇൻഡിപെൻഡന്റ് ആയിട്ട്? ഏതെങ്കിലും ഒരു പാർട്ടി ചേർന്നല്ലേ പറ്റൂ. പോസ്റ്റ് ഒട്ടിക്കണം, മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം. ആൻഡ് സിൻസ് ഹി വാസ് വെരി കംഫർട്ടബിൾ വിത്ത് ദാറ്റ് വൺ ആൻഡ് ഹി ന്യൂ ദാറ്റ് ഈസ് ടോപ്പിലും അവിടെ കറപ്ഷനായിട്ട് ഒരു ചാർജും ഇല്ല. നാളിതായിട്ട് ആ സെൻട്രൽ ഗവൺമെന്റിൽ കറപ്ഷൻ ചാർജസ് ഒന്നും വന്നിട്ടില്ല. സോ ഹി ചോസ് ടു ദാറ്റ് വൺ. നമ്മൾ ഉടൻ തന്നെ അതെ ഓപ്പൺ ഒരു ഓഫീസ് പുള്ളി അവിടെ തുറന്നു സഹായിക്കാൻ വേണ്ടിയിട്ട്. തോപ്പിച്ചു കൊടുത്തു. എന്താണ് ഇവിടെ ഉള്ളവരുടെ ഈഗോ, ഇഗ്നറൻസ് ആൻഡ് അറഗൻസ് ആണ്. ഇഗ്നറൻസ് ആൻഡ് അറഗൻസ്. ദാറ്റ് ജെന്റിൽമാൻ 88ാമത്തെ വയസ്സിൽ ഇറങ്ങി നടന്നു പോകുന്നതിൻ്റെയൊക്കെ എന്ത് പറയാൻ? തിങ്ക് അബൌട്ട് ഇറ്റ്.
ഓപ്പൺ യുവർ ഹാൻഡ്. ഇപ്പൊ ഇവിടെ കാണുന്നു ഒരാള് ആക്കുടി ഒരു ചെറിയ ഒരു സ്റ്റെമ്മില് പിടിച്ച് തൂങ്ങി നിൽക്കുകയാണ്. കയ്യിൽ വലിയൊരു ഭാണ്ഡമുണ്ട്. അതിനാണ് ഈഗോ. ആ ഭാണ്ഡം ഇതാകുമ്പോഴേ അതിന് താങ്ങാൻ പറ്റത്തില്ല, അത് ഒടിഞ്ഞു വീഴും. മറ്റേ ആൾക്ക് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഭാണ്ഡത്തിന് യു ഹാവ് ടു ഡ്രോപ്പ്. ദിസ് വൺ ഐ തിങ്ക് ഈസ് വെരി സിമ്പിൾ ഇല്ലസ്ട്രേഷൻ ഓഫ് ഷോയിങ് ഈഗോ ഇസ് എ ബിഗ് ലയബിലിറ്റി. ആർ യു കൺവിൻസ്ഡ്? കൺവിൻസ്ഡ് ആണെങ്കിൽ ഒന്ന് വയ്യിടും പ്ലീസ്. കൺവിൻസ്ഡ് ആണെങ്കിൽ ഒന്ന് വയ്യിടും മൈ ഡിയർ ഫ്രണ്ട്സ്. യെസ് ബാലേന്ദ്രൻ, യെസ്. അതുകൊണ്ട് ഈഗോ എന്ന് പറയുന്നത് അസറ്റ് അല്ല. എന്റെ അടുത്ത് ഞാൻ ഈ ടോക്ക് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു ഈഗോ വേണ്ടേ, ആ ഈഗോ ഇല്ലാതെ എങ്ങനെ പറ്റും? യു ആർ കൺഫ്യൂസിങ്. ഈഗോ ലെസ്നെസ് എന്ന് പറഞ്ഞാൽ സെൽഫ് എസ്റ്റീം, സെൽഫ് കോൺഫിഡൻസ്, അത് വേണം. പക്ഷേ പറഞ്ഞ ഈഗോ മാനിയ, ഈഗോയിസം, ഈഗോട്ടിസം പാടില്ല. ഈഗോ സെൻട്രിക് കുഴപ്പമില്ല, നേരത്തെ ഞാൻ പറഞ്ഞു. എം ജി ആർ ആ ചിത്രം ഒന്ന് കെയർഫുൾ ആയിട്ട് നോക്കുക. ഒരു ഓൾഡ് ലേഡിയെ അങ്ങനെ ഹഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന എം ജി ആറുടെ എമോഷൻ, എക്സ്പ്രഷൻ ആ ഓൾഡ് ലേഡിയുടെയും നോക്കുക. ആ പീരീഡിലൊക്കെ ഒരു സെക്യൂരിറ്റി ഒന്നുമില്ല. ബ്ലാക്ക് കാറ്റും ഇങ്ങനെ സൺഗ്ലാസും വെച്ചുകൊണ്ടിരിക്കുന്ന ബോഡി ഗാർഡ്സും ഒന്നുമില്ല. എം ജി ആർ അപ്രോച്ച് ചെയ്യാൻ നേരെ നടന്നു അപ്രോച്ച് ചെയ്യുക. എം ജി ആർ എന്റെ ഒരു റോൾ മോഡലും ഹീറോയാണ്. വൺ ഓഫ് ദി. പുള്ളിക്കാരനെ കുറിച്ച് സംസാരിക്കാൻ വെച്ചാൽ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ സംസാരിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട്. 1962 ഇൻഡോ ചൈന വാർ വന്നപ്പോൾ അന്ന് 75,000 rupees നമ്മുടെ യുദ്ധത്തിന് വേണ്ടി ഫണ്ടിങ് കോൺട്രിബ്യൂട്ട് ചെയ്ത മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ വീട് 1 ഏക്കറിലുള്ള വലിയൊരു വീട് അദ്ദേഹത്തിന്റെ മരണശേഷം ബന്ധുക്കളിലേക്കല്ല എഴുതി കൊടുത്തത്. അതിനെ വില്ലിൽ എഴുതിയിരിക്കുന്നത് ഡെഫ് ആൻഡ് ഡം ചിൽഡ്രന്റെ സ്കൂളായിട്ടാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഹി ഡിഡ് എ ലോട്ട് ഓഫ് തിങ്സ്. ഭാരതരത്ന അവാർഡ് ഹി ഡിസേർവ്ഡ്, അത് കിട്ടുകയും ചെയ്തു, കൊടുക്കുകയും ചെയ്തു. അതാണ് അത് ഫോട്ടോ ആപ്പല്ല, പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള അല്ല എം ജി ആർ ചെയ്തത്. ഇനി അതിന്റെ കൂടെ അടുത്തൊരു ചിത്രം കാണിക്കുന്നു. ഫാക്ട്സ് ആർ ഫാക്ട്സ്. ഞാൻ ഫാക്ട് വെച്ചാ പറയുന്നത്. സം പീപ്പിൾ മേ നോട്ട് ലൈക്ക് ഇറ്റ്. നോക്കിക്കേ, ഇവിടെ 2 ബ്ലാക്ക് കാറ്റ് കൂടെ ഉണ്ട്. ആ പൊളിറ്റിക്കൽ ലീഡറും ചിരിച്ചുകൊണ്ടിരിക്കുന്നു, വലതുവശത്ത് വേറൊരു ലീഡറും അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സ്ത്രീക്ക് അവിടെ വരണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്തതിന് മാത്രമേ വരത്തുള്ളൂ. ഇതൊരു ഫോട്ടോ ഓപ്പാണ്. ഇതൊരു ഫോട്ടോ ഓപ്പ്, പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്. ഇവിടെ എം ജി ആർ എംപതി, ട്രൂ കമ്പാഷൻ, ലവ്. പുള്ളിക്കാരൻ വിമൻസ് എംപവർമെന്റിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ പറയാൻ സമയം ഇന്നത്തെ മീറ്റിംഗിൽ പറ്റത്തില്ല, മേ ബി അറ്റ് സം അതർ മീറ്റിംഗ്. കാമരാജ് നാടാർ, കാലിൽ ചെരുപ്പില്ല, ചെരുപ്പിടാതെയാണ് ആ സ്കൂളിലെ പിള്ളേരെല്ലാം ഇരുന്ന് മിഡ് ഡേ മീൽ സെർവ് ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ നടന്നു നോക്കുകയാണ്. എബൌട്ട് കാമരാജ് നാടാർ, അദ്ദേഹത്തിന്റെ 12ാമത്തെ വയസ്സിൽ ഹിസ് ഫാദർ മരിക്കുന്നു. അത് കാരണം ഹി ഹാഡ് ടു ഡിസ്കണ്ടിന്യൂ ഹിസ് സ്റ്റഡീസ്. എന്നിട്ട് ഒരു കടയിൽ ചെന്നൊക്കെ ജോലി ചെയ്യുന്നു. എന്നിട്ട് ഫ്രീഡം ഫൈറ്റിലോട്ട് ഇറങ്ങുന്നു. എന്നിട്ട് പാർട്ടി മെമ്പർഷിപ്പ് എടുക്കുന്നു, കോൺഗ്രസ് പാർട്ടിയുടെ. ആൻഡ് സബ്സിക്വന്റ്ലി he became the ചീഫ് മിനിസ്റ്റർ. ചീഫ് മിനിസ്റ്റർ അവർ ചെയ്ത് എന്തൊക്കെയാണെന്ന് അറിയാമോ? 7ാം ക്ലാസ്സിൽ പുള്ളി പഠിച്ചിട്ടുള്ളൂ. നോക്കിന്നെ, തമിഴ്നാട്ടിലെ ലിറ്ററസി റേറ്റ് വളരെ കുറവ്. ആദ്യം വൈ ചോദ്യം, വൈ ദിസ് ലിറ്ററസി ലോ? എന്തുകൊണ്ട് മിക്ക പിള്ളേർ സ്കൂളിൽ പോകുന്നില്ല, എൻറോൾ ചെയ്യുന്നില്ല? എന്തുകൊണ്ട്? അപ്പോഴെന്താണ്, പ്രൈമറി സ്കൂൾ ഉണ്ടല്ലോ, മിക്കവരുടെയും അവിടെ നിന്ന് 10-12 കിലോമീറ്റർ ദൂരെയാണ്. അപ്പൊ അന്നത്തെ കാലത്ത് ബസ് കേസൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല. ഈ 12 കിലോമീറ്റർ നടന്ന് പിള്ളേർ എങ്ങനെ എത്തും? അതാണ് ആദ്യം ചെയ്തത്. ഹി ഓപ്പൺഡ് thousands ഓഫ് പ്രൈമറി സ്കൂൾസ്. ലോവർ പ്രൈമറി സ്കൂൾ 3 കിലോമീറ്ററിൽ കൂടുതൽ പാടില്ല ദൂരം. അതോടുകൂടി തന്നെ എൻറോൾമെന്റ് കൂടി. അടുത്തെന്താണ്, മിക്കൊരു മരുന്നില്ല, ഉച്ചയ്ക്ക് ഭക്ഷണം സ്കൂളിൽ ഇരിക്കുമ്പോൾ. മിഡ് ഡേ കഞ്ഞി ഫ്രീ ആയിട്ട്, യൂണിഫോം ഫ്രീ ആയിട്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്, ഹി മേഡ് ദി ലോവർ പ്രൈമറി സ്കൂൾ എഡ്യൂക്കേഷൻ കമ്പൽസറി. ചേർത്തേ പറ്റൂ. ഒന്ന് ആലോചിക്കേ.
എത്ര വലിയൊരു നേതാവ് ജനത്തിന് വേണ്ടിയിട്ട്. ഇത് കേൾക്കുമ്പോൾ കുറച്ചൊരു രോമാഞ്ചം വരുന്നുണ്ടെങ്കിൽ ഒന്ന് വയ്യട്ടെ. ഈ കാമരാജ് നാടാരുടെ ഇത് കേട്ടിട്ട് ഒന്ന് രോമാഞ്ചം വരുന്നുണ്ടെങ്കിൽ ഒന്ന് വയ്യട്ടെ. ഏറ്റവും ശ്രീമാനായ ഇതൊക്കെ മിക്കവരും അറിയുന്നില്ല. നമ്മുടെ ഇവിടെ കേരളത്തിൽ ഇതൊന്നും ആരും അറിയുന്നില്ല. എ ഗ്രേറ്റ് മാൻ. പുള്ളിക്കാരൻ അതിനുശേഷം പുള്ളി തന്നെ വോളണ്ടറി ആയിട്ട് പറയുന്നു, ഇനി ഞാൻ പാർട്ടി പ്രവർത്തനത്തിൽ പോകുന്നു. ഈ സ്റ്റെപ്പ് ഡൗൺ. എന്നിട്ട് കോൺഗ്രസ് പാർട്ടി പ്രസിഡന്റ് ആവുന്നു. പുള്ളിയുടെ ഇതാണ് ലാൽ ബഹദൂർ ശാസ്ത്രി became the prime minister because of കാമരാജ് നാടാർ. ആൻഡ് ആഫ്റ്റർ ഹിസ് ഡെത്ത് ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആവുന്നു കാമരാജ് നാടാറിന്റെ. അതുകൊണ്ട് ഹി വാസ് കോൾഡ് കിങ് മേക്കർ. ഭാരതരത്നെല്ലാം കിട്ടി. ദാറ്റ് ഈസ് വാട്ട് കാമരാജ് നാടാർ. ഈഗോലെസ്നെസ്. ഇനി അടുത്ത സ്ലൈഡ് കാണണം. 7ാം ക്ലാസ് ഒരു വ്യത്യാസമുള്ളൂ. പക്ഷെ പുള്ളിക്കുറിച്ചുള്ള സെൽഫ് റെസ്പെക്ട് ആൻഡ് സെൽഫ് എസ്റ്റീം വളരെ സ്ട്രോങ്. കാണിച്ചു തരാം സ്ലൈഡ് നോക്കുക. ആരുടെ കൂടെയൊക്കെയാണ് നടക്കുന്നത്? ഇടതുവശത്ത് ജവഹർലാൽ നെഹ്റു, ലോയർ, ബ്രിട്ടനിലെ ഫോറിൻ എഡ്യൂക്കേറ്റഡ്. റൈറ്റ് സൈഡിൽ സി സുബ്രഹ്മണ്യം, ഫിനാൻസ് മിനിസ്റ്റർ. നടുക്ക് കാമരാജ് നാടർ എത്ര കൂളായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ടോൾ ആയിട്ട് ഹെഡ് തല ഉയർത്തിപ്പിടിച്ച് നടക്കുകയാണ്. അതാണ് ഈഗോലെസ്നെസ്. പുള്ളിയുടെ ആ സെൽഫ് എസ്റ്റീം. അങ്ങനെയുള്ള ഈഗോ വേണം. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ഉമ്മൻചാണ്ടി തന്നെ നോക്കൂ. ആ ട്രെയിനിൽ തലയണ പോലും ഇല്ലാതെ കിടന്ന് ഉറങ്ങുകയാണ്. ഉമ്മൻചാണ്ടി വാസ് അനദർ പേഴ്സൺ വിത്ത് ഈഗോലെസ് പേഴ്സൺ. ഞാൻ കണ്ടില്ല, ഞാൻ ഒരു പാർട്ടിയുടെ ആളല്ല ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ, എ ചീഫ് മിനിസ്റ്റർ, എ പ്രൈം മിനിസ്റ്റർ, നോട്ട് എ പാർട്ടി പേഴ്സൺ. Whether that party person belongs to Congress party or DMK or ADMK or BJP, I don't care. അങ്ങനെ ചിന്തിക്കണം. It is high time people should stop. ഈ ഇടുങ്ങിയ ആ പാർട്ടി അതിനകത്ത് നിൽക്കുന്നതിന് വേണ്ടി ലുക്ക് അറ്റ് ദി കാൻഡിഡേറ്റ്. അങ്ങയുടെ കഴിവിന് നോക്കുക. അങ്ങേര് എന്ത് ചെയ്തു? പൈസ അടിച്ച് പുട്ടടിച്ചോ നോക്കണം. പുട്ടടിച്ചുള്ള വോട്ട് കൊടുക്കരുത്. അതാണ് ചെയ്യേണ്ടത്. Ill health is also a blessing. The flesh and ego are weakened and contemplation of God becomes easier. ഇതാണ് ചിലർക്ക് പവർ എല്ലാം നിൽക്കും, ഭയങ്കര അഹങ്കാരിയാണ്. അസുഖം വന്ന് കിടപ്പിലാകുമ്പോഴാണ് എല്ലാ ഈഗോയും പോകും. അപ്പോഴാണ് ഈശ്വര ചിന്ത ഇതൊന്നേ എല്ലാം വരുന്നത്. ശരിയല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ കുറെ പേരെ? അവർക്ക് അധികാരം നഷ്ടപ്പെട്ടതിന് ശേഷം ഇന്നാ പിടിച്ചു അധികാരിക്കുമ്പോൾ അങ്ങ് വലിയ പുലിയായിട്ട് ഇങ്ങനെ നിൽക്കും. അതിനുശേഷം പൂച്ച. That is what happens. 7 signs of healthy ego. Self control, അല്ല സെൽഫ് കോൺഫിഡൻസ്. അവർക്ക് ആത്മവിശ്വാസം അതില്ലാന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒന്നും അക്കോംപ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെൽഫ് കോൺഫിഡൻസ്. സെൽഫ് കോൺഫിഡൻസ് എങ്ങനെ വരും? നോളജ് ആൻഡ് സ്കിൽസ്. നോളജും സ്കിൽസും എത്രത്തോളം ഡെവലപ്പ് ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കൂടും. ഇത് മനസ്സിലായോ? ഇത് എഗ്രി ചെയ്യുന്നുണ്ടോ? എഗ്രി ചെയ്യുന്നുണ്ടോ? വയ്യട്ടെ. ഇതാണ് സിമ്പിൾ ഫോർമുലയാണ്. KS, നോളജ് ആൻഡ് സ്കിൽസ്. രണ്ടും ഇല്ലാതെ പറ്റത്തില്ല. രണ്ടും വേണം. വില്ലൊക്കെ പിന്നെ വരുന്നുണ്ട്. അതെ, ഇത് രണ്ടും ആദ്യം വേണം. സെൽഫ് റെസ്പെക്ട്. നമ്മളെ തന്നെ റെസ്പെക്ട് വേണം. സെൽഫ് ബാക്കിയൊരു നമ്മളെ ഒന്ന് കൊച്ചാക്കുന്നത്, നമ്മൾ ചവിട്ടി തേച്ച് പോകുന്നത്. നമുക്ക് സെൽഫ് റെസ്പെക്ട് അപ്പോഴും തന്നെ റെസ്പോണ്ട് ചെയ്യണം. യു ഷുഡ് നോട്ട്. ഞാനിവിടെ അമേരിക്കയിൽ ഞാൻ അതാണ് ചെയ്തത്. മൈ ഡിയർ ഫ്രണ്ട്, ഞാൻ എന്റെ ടോക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം അഡ്വക്കേറ്റ് വിൻസെന്റ് ജി മുതൽ പലരും കേട്ടിട്ടുണ്ട്. എന്നെ ഇവിടെ ഡിസ്ക്രിമിനേഷൻ, ഹറാസ്മെന്റ്. എന്താണ്? എന്റെ നിറം ബ്രൗൺ, ഞാൻ വേറെ രാജ്യക്കാരൻ, ഏതോ പട്ടിണിയുള്ള ആ രാജ്യത്ത് നിന്ന് വന്നിരിക്കുന്നു പറഞ്ഞ് ചില സായിപ്പും മദാമ്മയെല്ലാം എന്നെ ചെയ്യുമ്പോൾ നോ, എന്റെ സെൽഫ് റെസ്പെക്ട് ഐ എം നോട്ട് ഗോയിങ് ടു ഒച്ചാനിച്ച് ഞാൻ നിൽക്കത്തില്ല. ഐ യൂസ് ടു ഡിസ്പ്ലേ മൈ അതിന്റെ അസർട്ടീവ്. സെൽഫ് അവയർനെസ്. ഇതാണ് നമ്മളെ കുറിച്ചുള്ള ആത്മജ്ഞാനം. സെൽഫ് ക്രിറ്റിസിസം. നമ്മൾ ചെയ്ത ഒരു കാര്യം ഒന്ന് ഫെയിലിയർ ആണെങ്കിൽ അതിനെ ശരിക്കും ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യണം. ഇൻസ്റ്റെഡ് ഓഫ് ബ്ലെയിമിങ് സംബഡി എൽസ്.
നമ്മുടെ അവിടെ കാണുന്ന മിക്കവരും പറയാം അത് എന്റെ കുഴപ്പമല്ല, അത് ഞാനെല്ലാം കറക്റ്റായിട്ട് ചെയ്തു, അത് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി, എന്റേതല്ല. അത് മാറണം. സെൽഫ് ക്രിട്ടിക്കൽ ആകുമ്പോഴാണ് യെസ് ദിസ് വേർ ഐ വെൻ റോങ്, ഓ കറക്ഷൻ വരും. സെൽഫ് സാക്രിഫൈസ്, അതാണ് നാടിന് വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടിയിട്ടും പലരും അവരുടെ സ്വന്തത്തിനേക്കാൾ കൂടുതൽ അങ്ങോട്ടേക്ക് ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ പേര് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എല്ലാം ഇതെന്ന് വെച്ചാൽ അവരുടെ നീഡ്സ് വിട്ടിട്ട് മറ്റവരുടെ നീഡ്സ്, പരോപകാരാർത്ഥം ഇതം ശരീരം എന്ന് പറയുന്നത് സെൽഫ് സാക്രിഫൈസ് ആണ്. അതാണ് അതിന്റെ പിന്നിലെ ഓൾഡ് സേയിങ്. സെൽഫ് അക്സെപ്റ്റൻസ്, നമ്മളുടെ കുറ്റവും കുറവും എല്ലാം അക്സെപ്റ്റ് ചെയ്യണം. രജനീകാന്ത് കഷണ്ടിയാണ്, താടിയെല്ലാം നരച്ചു, വയസ്സ് ഇത്രയായി, വിഗും വെച്ചുകൊണ്ട് നടക്കുന്നില്ല. ഇതാണ് ദിസ് വാട്ട് ഐ ആം. ഹി ഈസ് അക്സെപ്റ്റിംഗ് ഹിംസെൽഫ്. നേരെ വെച്ച് വേണം ഒരുപാട് പേര് ഇവിടെ വിഗും ഡൈയും ഗീയും എല്ലാം അടിച്ചാണ് നടക്കുന്നത്. ആ സെൽഫ് അക്സെപ്റ്റൻസ് ഇനി ഞാൻ പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല, ഞാൻ ചില കളിയാക്കണം, ചില വിചാരിക്കും ഞാൻ ആരെയും പേഴ്സണൽ ആയിട്ടൊന്നും അല്ല, ഞാൻ കുറെ ഫാക്ട്സ് മാത്രം ഷെയർ ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. ലാസ്റ്റ് വൺ, സെൽഫ് ഡെപ്രിക്കേഷൻ. നമ്മളെ തന്നെ ചിലപ്പോൾ കളിയാക്കി പറയുക, അതാണ് അടുത്തത്. ഞാൻ എന്നെ തന്നെ കളിയാക്കിയിട്ട് എത്ര തവണ പലയിടത്തും പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. എനിക്ക് പറ്റിയ അബദ്ധങ്ങളും മണ്ടത്തരങ്ങളെല്ലാം ഞാൻ മറച്ചു വെക്കാറില്ല. So these are the 7 signs of healthy ego. ആത്മാഭിമാനം, സെൽഫ് റെസ്പെക്ട്. ദുരഭിമാനം, ടോക്സിക് ഈഗോ. ഏറ്റവും കൂടുതൽ നമുക്ക് കാണുന്നത് ഡോക്ടേഴ്സ്. ഞാൻ ആ പ്രൊഫഷനിലിരിക്കുന്നതിന് അറിയാം എന്തൊരു ഈഗോ എന്ന് അറിയാം. നല്ലൊരു ശതമാനം, ഒരു 80% ഓഫ് ദം ദേ ഹാവ് ഹൈ ഈഗോ. ലോയേഴ്സ് അഗൈൻ ഹൈ ഈഗോ 80%. ഇവിടെ അമേരിക്കയിൽ ഞാൻ ഒരു 9 വക്കീൽമാരായിട്ട് വർക്ക് ചെയ്താണ്, അതാണ് എനിക്കറിയാം. നാട്ടിലും കുറെ വക്കീലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈഗോ ഇല്ലാത്തവരും ഉണ്ട്, നല്ലൊരു ശതമാനത്തിന് ഈഗോ ഉണ്ട്. ടീച്ചേഴ്സ്, പൊളിറ്റീഷ്യൻസ്, IAS IPS, ഈഗോ പൊട്ടിത്തെറിക്കും, അത്രയ്ക്കുണ്ട്. പിന്നെ ഒരുപാട് വരുമാനമുള്ളവർ, ആ കാശിന്റെ ആ ഹൂങ്ക്. An inflated ego prevents us from learning from our mistakes. It creates a defensive wall that makes it difficult to learn lessons from failure. 12 traits of inflated ego. 12 traits. Megalomania. അമ്പട ഞാൻ ആര്, എനിക്ക് ഒരു തലയല്ല 10 തലയുണ്ട്. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. നീ ഒന്നും അല്ല, നിനക്കൊന്നും അറിയൂടെ, എനിക്കെല്ലാം അറിയാം. ഐ നോ എവറിത്തിങ്, യു ഡോണ്ട് നോ എനിത്തിങ്. ആ മൈൻഡ് സെറ്റ്. റിഫ്യൂസ് ടു ഓൺ അപ്പ് മിസ്റ്റേക്സ്. ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ ഞാനല്ല, എന്റെ കുഴപ്പമല്ല. Then never take responsibility or accountability. Love flattery. അവര് മണിയടിക്കാൻ ചില അവർ മോശം പറഞ്ഞാൽ വളരെ ഖുഷിയാവും. സാറിനെ പോലെ ഒരു മിടുക്കനെ ഞാൻ കണ്ടിട്ടില്ല. ഒരു തമാശ, ഒരു വളിപ്പടിച്ചാൽ എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഹാപ്പിയായി. എന്റെ തമാശ എത്ര ഇതാണ്, ഞാൻ എന്തൊരു കൊമീഡിയനാണ്. ബിലിറ്റ്ലിംഗ് ആറ്റിറ്റ്യൂഡ്. ഇയാൾ എന്ത് പറയുന്നു, എന്തോ വേണോ റെഡ്ഡിയാരാ, എന്തോന്ന് അയാളുടെ ടാക്ക് എന്തോന്ന്, അയാളെന്തോന്ന് ഉണ്ടാക്കി, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അതാണ് ബിലിറ്റ്ലിംഗ്. അത് ഞാൻ കേൾക്കാറുണ്ട് ചിലപ്പോൾ. എന്തോ നിങ്ങൾ പറഞ്ഞ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, ഓഹോ ഓക്കെ, എന്നാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പിന്നെ സക്സസ്ഫുൾ ആകാത്തത്? വൈ ആർ യു നോട്ട് സക്സസ്ഫുൾ? വൈ ആർ യു നോട്ട് ഹാപ്പി? എല്ലാം അറിയാമല്ലോ. അൺഫോർഗീവിംഗ്. ഇൻടോളറൻസ് ടു ക്രിറ്റിസിസം. ഒന്ന് വിമർശിച്ച് നോക്കിയേ, പണിഷ് ചെയ്യും. അസൂയ, ഡിസ്റെസ്പെക്ട്ഫുൾ, ബാക്കിയുള്ളവർക്ക് യാതൊരു റെസ്പെക്റ്റും കൊടുക്കത്തില്ല. അഹങ്കാരം, ബോസ്റ്റിംഗ്. ഇതാണ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ക്യാരക്ടറാണ്, പേഴ്സണാലിറ്റിയാണ്. പന്നിയൻ രവീന്ദ്രൻ, അത് ഞാൻ പറഞ്ഞതാണ്. മലയാളി സംസ്കാരം എന്ന് പറഞ്ഞാൽ പൊങ്ങച്ച സംസ്കാരമാണ്. മലയാളി മാത്രമേ പറയുന്നുള്ളൂ പ്രബുദ്ധ കേരളം. വേറെ ഒരു തമിഴ്നാട് ആരും പറയുന്നില്ല. 28 സ്റ്റേറ്റ് ഉണ്ട്, ഇവിടെ മാത്രമേ ഉള്ളൂ പ്രബുദ്ധ കേരളം. ഗോഡ്സ് ഓൺ കൺട്രി. പിന്നെ ബാക്കിയുള്ള കൺട്രി ആര് ക്രിയേറ്റ് ചെയ്തു? എല്ലാം പൊങ്ങച്ചമാണ്, ആ ഇൻഫ്ലേഷൻ ആണ്. ഗോഡ്സ് ഓൺ കൺട്രി, പ്രബുദ്ധ കേരളം. ഇത് പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല, ഞാൻ ഫാക്ട്സ് ആണ് പറയുന്നത്. ഡോമിനേറ്റ് കോൺവെർസേഷൻ. ഒരു സംഭാഷണത്തിൽ അവർ തന്നെയാണ് എല്ലാം അവർ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും, ബാക്കിയുള്ള സംസാരിക്കാൻ പോലും സമ്മതിക്കത്തില്ല. അത് പറയുന്ന മിക്ക ഞാൻ. അൺഅപ്പോളജറ്റിക്. ഒരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ സോറി പറയത്തില്ല. ഹൗ ടു കിൽ ടോക്സിക് ഈഗോ. സെൽഫ് ഡിസ്കവറി ത്രൂ ഇൻട്രോസ്പെക്ഷൻ. ഇനി എന്താണ് ചെയ്യേണ്ടത്?
മരുന്ന് എങ്ങനെ കില്ല് ചെയ്യണം. നമ്മൾ തന്നെ ഒരു ദിവസം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ഒന്ന് അന്നത്തെ ദിവസം നടന്നതിൽ ചെയ്ത മണ്ടത്തരങ്ങൾ, തെറ്റുകൾ എന്ത് നന്നായിട്ട് ചെയ്തു അതിനെക്കുറിച്ച് ഒന്ന് റീപ്ലേ ചെയ്യുക. എന്നിട്ട് നമ്മളെ കുറിച്ച് തന്നെയുള്ള അതിൽ പോരായ്മ, വെദർ ഐ കുഡ് ഹാവ് ഡൺ ഇറ്റ് ഡിഫറെന്റ്ലി, ഞാൻ എന്ത് ചെയ്തു, ഇൻട്രോസ്പെക്ഷൻ. അതിൽ കൂടെ വരുമ്പോ തന്നെ നമ്മുടെ ഈഗോ കുറെ അങ്ങ് നശിച്ചു കിട്ടും. സീക്ക് ദി കമ്പനി ഓഫ് ഈഗോലെസ് പീപ്പിൾ. നേരത്തെ പറഞ്ഞല്ലേ ഈ കാമരാജ് നാട്, ഇതേപോലെ ഈഗോലെസ് ആയിട്ടുള്ള കുറെ പേര് നമ്മുടെ ചുറ്റുമുണ്ട്. അവരുമായിട്ടുള്ള സുഹൃത്ത് ബന്ധമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഈഗോലെസ് ആയിട്ടുള്ള എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ അവരുമായിട്ട് ഒരാഴ്ചയിൽ കുറഞ്ഞ ഒരു 6-7 തവണയെങ്കിലും അവരുമായിട്ട് സംസാരിക്കാറുണ്ട്. ഡോണ്ട് കമ്പൽ അതേഴ്സ് ടു ആക്ട് അഗൈൻസ്റ്റ് ദെയർ ഫ്രീ വിൽ. വേറൊരാളെ നിർബന്ധിച്ച് നമ്മുടെ ഇതിനെ അടിച്ചേൽപ്പിക്കരുത്. ഇതിന് ഞാൻ ഈ പറയാൻ പോകുന്നത് ഫാക്റ്റാണ്, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഏറ്റവും ഹയസ്റ്റ് ഈഗോ ഉള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ആ കസ്തൂർബ ഗാന്ധിയെ എങ്ങനെയൊക്കെ പീഡിപ്പിച്ചു എന്നുള്ളത് നിങ്ങൾ കുറെ നോക്കിയാൽ മതി. അങ്ങേരുടെ സ്വന്തം നിങ്ങൾക്ക് കക്കൂസ് കഴിച്ചാൽ നിങ്ങൾ പോയി കഴുകിക്കൊള്ളൂ, പക്ഷെ അവരെ കൊണ്ട് ചെയ്യിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നത്. പുള്ളിക്കാരന്റെ മൂത്ത മകനെ he wanted to go and study abroad, no, and he went and studied abroad. അങ്ങനെയാണ് ആ മകൻ നേരെ തിരിഞ്ഞിട്ടാണ് ഫുൾ ടൈം ബൂസറായിട്ട് മാറി. ഹരിലാൽ. തീർന്നില്ല, കസ്തൂർബ ഗാന്ധി മരിക്കുന്നതിന്റെ കാരണം അതും കൂടെ നിങ്ങൾ അറിയണം. അവർക്ക് ന്യൂമോണിയ പിടിപെട്ടു. ആ സമയത്താണ് പെൻസിലിനൊക്കെ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക്. ഇവരുടെ ഫാമിലി ഫിഷ് ആയിട്ടുള്ള സുശീല നയ്യാർ, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയേ മൈ ഡിയർ ഫ്രണ്ട്സ്. അവര് പെൻസിലും കൊടുക്കണമെന്ന് പറഞ്ഞ് ഇങ്ങയുടെ ഒരു മകൻ ദേവദാസ് അത് കൽക്കട്ടയിൽ നിന്ന് സംഘടിപ്പിച്ചു. ഇങ്ങനെ കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. ഇങ്ങനെ അവിടെ ഡിവോഷണൽ പാട്ട് കുറെ പേരെ വെച്ച് പാട്ടും പാടിപ്പിച്ചു. കസ്തൂർബ ഗാന്ധിയുടെ കാറ്റ് പോയി. യു ആർ ഇമ്പോസിങ് യുവർ ദിസ് വൺ, ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ടേക്ക് ഇല്ല. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 ആഴ്ച കഴിഞ്ഞാൽ പുള്ളിക്കാരന് മലേറിയ വന്നു. അപ്പോഴോ ക്വിനിൻ ഗുളിക കഴിച്ചിരുന്നു. ക്വിനിൻ ഗുളിക കഴിച്ചു, ചെക്ക് ചെയ്ത് നോക്കിയേ. സ്വന്തം ഇത് വന്നപ്പോൾ എല്ലാം ചെയ്യുന്നുണ്ട്, ഭാര്യയ്ക്ക് വേണ്ട. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. അതാണ് ഞാൻ ആ പറഞ്ഞ പോയിന്റ്. ഡോണ്ട് കമ്പൽ അതേഴ്സ് ടു ആക്ട് അഗൈൻസ്റ്റ് ദെയർ ഫ്രീ വിൽ. കൾട്ടിവേറ്റ് കമ്പാഷൻ ഫോർ ദി പുവർ ആൻഡ് ദി സിക്ക്. റീഡ് സ്റ്റോറീസ് അബൌട്ട് നിഷ്കാമ കർമ്മ യോഗീസ്. വിവേകാനന്ദൻ, ഇതുപോലെ ഒരുപാട് ഇതുണ്ട്, അവരുടെയൊക്കെ ഒന്ന് വായിക്കുക. എബ്രഹാം ലിങ്കൺ, ഫാദർ ഡാമിയൻ. Always remember the truth. Nothing is permanent. How to cultivate compassion? Practice active listening. ആദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോഴാണ് you will be able to ബാക്കിയുള്ളവരെ കുറിച്ചുള്ള അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ. നമ്മളെ സംസാരിച്ചിരുന്ന you will never understand the other person. Express gratitude freely. ഞാൻ എന്റെ അച്ഛന്റെ എത്ര തവണ ഈ പറഞ്ഞിട്ടുണ്ട്, എന്റെ അച്ഛനെ, എന്റെ അമ്മയെല്ലാം, എന്റെ ടീച്ചേഴ്സിനെ കുറെ പേര്. മൈ ഗ്രാറ്റിറ്റ്യൂഡ്, ഞാൻ അതിന് ഒന്നും മടിക്കാറില്ല. വോളണ്ടിയർ യുവർ ടൈം. ഇപ്പൊ തന്നെ ഞാൻ എന്റെ ടൈം വോളണ്ടിയർ ചെയ്താണ് ഈ ടോക്സ് എല്ലാം കൊടുക്കുന്നത്. ഫോർ നോ മോണിറ്ററി, ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ഓഫർ കോംപ്ലിമെന്റ്സ്, ഞാൻ കോംപ്ലിമെന്റ്സ് കൊടുക്കുന്നത് ഒരു പിശുക്കും കാണിക്കാറില്ല. ഷോ എംപതി, ഷോ എംപതി. ബി ജനറസ്. പ്രാക്ടീസ് ഫോർഗീവ്നെസ്. റെസ്പെക്ട് എവരി വൺ. അവോയ്ഡ് ഗോസിപ്പ് മോങ്കറിങ്. അതാണ് ഇപ്പോൾ ഒരുപാട് പേര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്രീ ടൈം യൂസ് ചെയ്യുന്നത്, വേസ്റ്റ് ചെയ്യുന്നത്. അപ്പുറത്ത് അയാൾ ഇവിടെ പോയി കേട്ടാ, അയാൾ മറ്റേ കാർ വാങ്ങിച്ചു, എങ്ങനെ കാർ വാങ്ങിച്ചെന്ന് അറിഞ്ഞോടാ കേട്ടാ, ആ പെണ്ണിനെ കണ്ടില്ലേ, അവൾ നടക്കുന്ന കണ്ടില്ലേ, അവളുടെ നടപ്പെല്ലാം കാണുമ്പോൾ തന്നെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ എന്നൊരു സംശയം. Apologize when wrong. If you learn how to make fun of yourself, your ego will go down. ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ഇത് പറയാം, നടന്ന സംഭവം. 1973 ആദ്യമായിട്ട് ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നു. ട്രിവാൻഡ്രം ടു ഡൽഹി. ഫൈനൽ എംബിഎസിലെ 4 സ്റ്റുഡൻസിനെ അവർ സെലക്ട് ചെയ്തു. WHO സ്പോൺസേഡ് വർക്ക്ഷോപ്പ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ 1 മാസത്തെ ട്രെയിനിങ്ങിന്. ലാസ്റ്റ് മിനിറ്റ് ആണ് ട്രെയിനിൽ, ഫ്ലൈറ്റിൽ പോകണം. പ്ലെയിൻ ആകുമ്പോൾ കയറിയിട്ടില്ല. പ്ലെയിനിൽ കയറിയിരുന്നു. സീറ്റ് ബെൽറ്റ് ഉണ്ടെന്ന് അറിഞ്ഞൂടാ. അപ്പുറത്ത് നോക്കി അയാൾ ഇടുന്ന പോലെ തന്നെ നമ്മൾ കോപ്പി ചെയ്ത് സീറ്റ് ബെൽറ്റ് കെട്ടു. അപ്പോഴൊരു ഫ്ലൈറ്റ് അറ്റൻഡന്റ്, നല്ലൊരു സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീ, എന്റെ പ്രായം അന്ന് 21, സുന്ദരിയായിട്ടുള്ള സ്ത്രീ ഒരു ട്രേയില് ഒരു
വലിയൊരു സാക്ഷയും ഒരു ചെറിയൊരു പാക്കറ്റ് കൊണ്ടുവന്നു നീട്ടുന്നു. അപ്പോഴും എന്റെ അപ്പുറത്തുള്ളതെല്ലാം ആ വലിയ പാക്കറ്റ് ഒരു 2-3 എടുക്കുന്നു, ചെറുത് 1 എടുക്കുന്നു. അപ്പോഴും ഞാനൊന്ന് ഇംപ്രസ് ചെയ്യിച്ചളയാൻ എയർ ഹോസ്റ്റസിനെ. ഞാൻ വലുത് 1 എടുക്കുന്നു, ചെറുത് ഒരു 3 എടുക്കുന്നു. ചെറുത് ഞാൻ 3 എടുക്കുന്നു. അപ്പോഴും അവരെന്നെ ഇങ്ങനെ അടിമുടി ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ നോക്കുന്നു കേട്ടെ. ഇയാള് എന്താണ് എന്തിനാണ് ഇയാൾ 3 എടുത്തെന്നുള്ള ഇതാണ് ഭാവം. എനിക്ക് പിടിയിട്ടില്ല. അവർ പോയതിനു ശേഷം ഞാൻ ഈ ചെറുത് പൊട്ടിച്ച അതിനകത്ത് പഞ്ഞി, ഈ ചെവി അടയ്ക്കാനായിട്ടുള്ള പഞ്ഞിയാണ് അതിനകത്ത്. ഈ പ്ലെയിൻ അന്ന് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ചെവി വേദന വരും. അതിനു വേണ്ടിയിട്ട് ആ ഒരു ഇതിൽ തന്നെ ഒരു 4 ചെവി അടയ്ക്കാനുള്ള പഞ്ഞിയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു 3 എടുക്കുമ്പോൾ അവർ ചോദിക്കും, ഇയാള് ഏതെല്ലാം ദ്വാരങ്ങളാണ് ഇയാൾ അടയ്ക്കാൻ പോകുന്നത് കേട്ടാ? നവദ്വാരങ്ങളെല്ലാം അടയ്ക്കാനാണോ ഇയാൾ ഉള്ള പഞ്ഞിയെല്ലാം എടുക്കുന്നുള്ളത്? അത് കണ്ടപ്പോ എനിക്ക് ആ കൂടി ചമ്മലായി. ഞാൻ പിന്നെ അവരുടെ മുഖത്തെ നോക്കുന്നില്ല. എങ്കിൽ ആ ഫ്ലൈറ്റ് 2-2.5 മണിക്കൂർ. അതെനിക്ക് പറ്റിയ ഏറ്റവും വലിയ ചമ്മൽ. ഇത് ഞാൻ ഈ പറയുന്നത് ഞാൻ പറയുകയാണ്, എനിക്ക് പറയാനായിട്ട് ഇതില്ല. അതാണ് ഞാൻ പറയുന്നത്, ഐ ആം എ ഈഗോലെസ് പേഴ്സൺ. ഒരു എക്സാമ്പിൾ ഇതുപോലെ കുറേതൊക്കെ മൈ സൺ ഇവിടെ ഉണ്ട്. ഹി മേ ബി ഏബിൾ ടു ഷെയർ ഹിസ് ഓൺ തോട്ട്സ് ഡ്യൂറിംഗ് ദി ഡിസ്കഷൻ. We have come to almost to the end of this session. Time management, most important. So, upcoming talks, അടുത്ത ആഴ്ചയിലും അതിന്റെ അടുത്ത ആഴ്ചയിലും വരാൻ പോകുന്ന ടോക്സ് ആണ് ഹൗ ടു ഫേസ് അഡ്വേഴ്സിറ്റി. അഡ്വേഴ്സിറ്റി വരുമ്പോഴാണ് ഒരുപാട് പേര് തകർന്നു പോകുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചിട്ട് people commit suicide or people go and start drinking. എന്തെല്ലാം ഇതാണ് നടക്കുന്നത്. ഹൗ ടു ഫേസ് അഡ്വേഴ്സിറ്റി. ഞാൻ ഫേസ് ചെയ്ത അഡ്വേഴ്സിറ്റി എന്റെ പ്രൊഫഷനിലും എന്റെ ലൈഫിലും ഒരുപാട് ഞാൻ അഡ്വേഴ്സിറ്റി ഫേസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട്. അതിനെ വാലിഡേറ്റ് ചെയ്ത് എന്റെ മകനുണ്ട്. ഹി വിൽ ബി ഗ്ലാഡ് ടു അതിനെ വാലിഡേറ്റ് ചെയ്യും. ഹൗ ടു ബി അസർട്ടീവ്. അഗ്രസീവ് ആകരുത്, പാസീവ് ആകരുത്. ബി അസർട്ടീവ്. ഈ അസർട്ടീവ്നെസ് സ്കില്ലൊന്നും നമ്മുടെ സ്കൂളിൽ ആരും പഠിപ്പിച്ചു തരാറില്ല. എനിക്കും അറിഞ്ഞൂടായിരുന്നു. സമയർ എന്റെ ഒരു 28-29 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതുമായിട്ടുള്ള ചില ബുക്കുകൾ വായിച്ചപ്പോഴാണ്, ഓഹോ ഇതാണ് അസർട്ടീവ്നെസ്, ഓക്കെ ഇതാണ് വേണ്ടത്. ഇതല്ലാതെ നമ്മൾ ചെല്ലുമ്പോൾ അഗ്രസീവ് ആണ്, ഇത് വരും. ബി അസർട്ടീവ്. ആ സീക്രട്സ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. Now, presentation is over, so I'm going to stop the recording and discussion period. Please ask questions related to ഇന്നത്തെ കാണിച്ചതായിട്ട്. If you disagree, fine, but share. നിങ്ങൾ ഡിസൈഡ് ചെയ്യുമ്പോൾ you must have facts and the evidence to support your disagreement. അതല്ലാതെ വെറുതെ തർക്കിച്ച് സമയം കളയാനായിട്ട് വരരുത് മൈ ഡിയർ ഫ്രണ്ട്സ്. ചിലർ അറിയാതെ ഓൾഡ് ഹാബിറ്റ് കാരണം ചെയ്യും. പിന്നെ എന്റെ ഇതിനെ യൂട്യൂബിൽ കുറെ പേര് കാണുന്നുണ്ട്. ഐ ആം വെരി മച്ച് പ്ലീസ്ഡ് ടു നോ ദാറ്റ് ഇസ് മെനി പീപ്പിൾ ആർ വാച്ചിങ്. നിങ്ങൾ യൂട്യൂബിൽ അതിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ട്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഇഫ് യു വാണ്ട് നോട്ട് ടു മിസ് എനി ഓഫ് മൈ ടോക്സ്, ഒന്ന് മിസ് ചെയ്തെന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരും എന്റെ യൂട്യൂബ് റെക്കോർഡിങ്സ് എല്ലാം. സോ thank you all for actively participating through the chat interaction. Now I'm going to stop the recording, then we'll have the discussion.